ഹായോ, കഴിഞ്ഞ ദിവസം രാത്രി ഞാനും ചേച്ചിയും ചേട്ടനും കൊച്ചും ഒക്കെ ആയിട്ട് രാത്രി ഒന്ന് ഔട്ടിങ്ങിന് ഇറങ്ങിയായിരുന്നു. വേറെ ഒന്നല്ല, സ്റ്റുഡിയോയിൽ പോയി അതിന് ശേഷം ഫുഡും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. തോപ്പുംപടിയിലുള്ള സ്റ്റുഡിയോയിലോട്ടാണ് ഇന്ന് ഇറങ്ങിയത്. കാരണം വേറെ ഒന്നുമല്ല, അതിൻ്റെ അടുത്ത് പുതിയതായിട്ട് തുടങ്ങിയ ഒരു മിക്സ്റ്റാ എന്ന് പറയുന്ന ഒരു ഐസ്ക്രീം ഷോപ്പ് ഉണ്ടായിരുന്നു. അതായിരുന്നു നമ്മുടെ ലക്ഷ്യം. സ്റ്റുഡിയോയെ പറ്റി കൂടുതൽ പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന പോലെ നിറയെ കളക്ഷൻസും ചീപ്പ് റേറ്റുമാണ് അവരുടെ അട്രാക്ഷൻ. അങ്ങനെ അവിടെ ഇവിടെ നോക്കി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് എന്താ ഈ കാണുന്ന ഒരു ഷൂസ് കണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയും നല്ല ലുക്കും ഒക്കെ ഉള്ള ഷൂസാണ്. റേറ്റ് നോക്കിയപ്പോൾ വളരെ വേർത്തായിട്ട് തന്നെ തോന്നി. അങ്ങനെ അത്യാവശ്യം ഷോപ്പിങ്ങും കഴിഞ്ഞ് ബില്ലും പേ ചെയ്ത് നേരെ പോയത് ഫുഡ് കഴിക്കാനാണ്. വേറെ എവിടെയുമല്ല, കണ്ണങ്കാട്ട് പാലത്തിൻ്റെ അവിടെയുള്ള കോപ്റ്റ് അവന്യൂവിലാണ്. കൊച്ചിക്കാർക്കും എറണാകുളത്തുള്ള അത്യാവശ്യം ആൾക്കാർക്കും നൈറ്റ് ഫുഡ് കഴിക്കാൻ ബെസ്റ്റ് സ്പോട്ടാണ് ഈ ഒരു സ്ഥലം. രാത്രി ഫുഡ് കഴിക്കാൻ ഇറങ്ങുമ്പോൾ ചുറ്റും നല്ല തണുപ്പാണെങ്കിൽ പിന്നെ പറയേ വേണ്ട. ഫുഡിന് തന്നെ വല്ലാത്തൊരു ടേസ്റ്റ് ആയിരിക്കും. നല്ല മഴയൊക്കെ കഴിഞ്ഞാൽ ഞങ്ങളിതാ ഈ കാണുന്ന മിക്സ്റ്റാ എന്ന് പറയുന്ന ഐസ്ക്രീം കഴിക്കാൻ കയറുന്നത്. നമുക്കിഷ്ടപ്പെട്ട ഫ്ലേവറിലുള്ള ഫ്രൂട്ട്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബെറീസ്, സ്ട്രോബെറി, അങ്ങനെ പല ഐറ്റംസും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ നമുക്ക് ക്രഷറിലിട്ട് ഐസ്ക്രീമാക്കി തരും. ഞങ്ങൾ ഇവിടുന്ന് ട്രൈ ചെയ്തത് സ്ട്രോബെറിയും റാസ്ബെറിയുടെ ഒരു മിക്സ് ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ വാനിലയുടെ ഒരു സോഫ്റ്റ്. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് വാനിലയുടെ ആ സോഫ്റ്റ് തന്നെയായിരുന്നു. ഇത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. നമ്മൾ ഓരോന്ന് ചൂസ് ചെയ്യുന്നതും അവർ ആ മെഷീനിലിട്ട് നമുക്ക് വേണ്ടി ഉണ്ടാക്കി തരുന്നതും കാണാൻ തന്നെ നല്ല രസമായിരുന്നു. നമ്മൾ മുമ്പ് വെച്ച് ഉണ്ടാക്കി തരുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ മെൽറ്റായി പോകുമോ എന്നുള്ള തോന്നലൊന്നും വേണ്ട. നല്ല ഫ്രോസൺ ആയിരുന്നു, നല്ല തണുപ്പുമായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് വേണ്ട ടോപ്പിങ്സും നമുക്ക് തന്നെ ചൂസ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ വേഫറാണ് ചൂസ് ചെയ്തത്, വാനില സോഫ്റ്റിക്ക്. പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റിൽ നിന്ന് നൂഡിൽസ്, ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കൻ കോംബോ, അങ്ങനെ കുറച്ച് ഐറ്റംസും വാങ്ങി. ഫുഡെല്ലാം കഴിച്ചതിന് ശേഷമാണ് നമ്മൾ ഐസ്ക്രീം കഴിച്ചത്. പക്ഷേ വാനില സോഫ്റ്റ് മാത്രമാണ് ചെറുതായിട്ടൊന്ന് മെൽറ്റായിട്ടുണ്ടായിരുന്നത്. മറ്റേത് അപ്പോഴും നല്ല കട്ടൊക്കെ തന്നെ നിൽക്കുമായിരുന്നു. പക്ഷേ വാനില സോഫ്റ്റിയുടെ ടേസ്റ്റ് അപാരമായിരുന്നു. നമുക്കൊരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് വാനില സോഫ്റ്റ് കഴിച്ചപ്പോൾ നമുക്ക് കിട്ടിയത്. പിന്നെ ഇത്രയും തണുപ്പത്ത് ഐസ്ക്രീമും കഴിച്ച് തൊണ്ട അടിച്ചു കൊണ്ടിരിക്കാൻ വേണ്ടി തൊട്ടടുത്തുള്ള ലെക്കഫിനോ നിന്ന് നമ്മൾ 2-3 ടീയും കൂടി പറഞ്ഞു. ഇവിടെയും സാധാരണ പോലെ തന്നെ പല വെറൈറ്റീസ് ഓഫ് ടീ ഉണ്ട്. പൈനാപ്പിൾ ടീ, ഗ്രേപ്പ് ടീ, അങ്ങനെ പലതും ഉണ്ട്. അങ്ങനെ ഷോപ്പിങ്ങും കഴിഞ്ഞ് ഫുഡും കഴിച്ച് വയറും നിറച്ച് നെക്സ്റ്റ് വരവിനെ കാണാമെന്നുള്ള വട്ടിന് ബൈ പറഞ്ഞു.